ഒടുവിൽ കീഴടങ്ങി ഹമാസ്. അമേരിക്ക മുന്നോട്ടുവച്ച ബന്ദികളുടെ മോചനം സംബന്ധിച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ച ഹമാസ് നേതൃത്വം ഇന്നോ നാളെയോ ഗാസയിൽ വെടിനിർത്തൽ നിർദ്ദേശങ്ങളോടുള്ള ഇസ്രായേൽ പ്രതികരണം പ്രതീക്ഷിക്കുന്നതായും ഹമാസ് വക്താവ് ഒസാമ ഹംദാൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കരാർ നിലവിൽ വന്നാൽ ഹമാസ് പിടിയിലുള്ള സൈനികരുൾപ്പെടെയുള്ള ഇസ്രായേൽ ബന്ദികൾക്ക് മോചനം സാധ്യമാകും. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ അമേരിക്കയുടെ മാധ്യസ്ഥതയിൽ പുരോഗമിക്കുകയായിരുന്നു. നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതിനായുള്ള ശ്രമങ്ങളാണ് യുഎസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘമായ മൊസാദിന്റെ തലവൻ ഖത്തറിലെത്തി ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു. ഒടുവിൽ അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച ഹമാസ് ഭീകര നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ്. കരാറിന്റെ ഭാഗമായി ബന്ദികളുടെ മോചനം അടുത്ത 16 ദിവസങ്ങൾക്ക് ശേഷം ആരംഭിക്കുമെന്നും ഹമാസ് ഭീകരൻ ഒസാമ ഹംദാൻ വ്യക്തമാക്കി. ബന്ദികളുടെ മോചനം സംബന്ധിച്ച ഹമാസിന്റെ നിബന്ധനകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് സമാധാന ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്ന സംഘത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മൊസാദ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരാർ സംബന്ധിച്ച ഔദ്യോഗികമായുള്ള ഒരു പ്രതികരണവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മുഴുവൻ ബന്ദികളുടെ മോചനമാണ് ഇസ്രായേൽ ആവശ്യങ്ങളിലൊന്ന്. ഈ ആവശ്യം ഹമാസ് നടപ്പിലാക്കിയാൽ ഗാസ ശാശ്വതമായ വെടിനിർത്തലിലേക്കും 9 മാസമായി തുടരുന്ന യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കുകയും ചെയ്യും. അതേസമയം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ഖത്തറിൽ നിന്നും മടങ്ങിയെത്തിയെന്നും വരുന്ന ദിവസങ്ങളിൽ ചർച്ചകൾ ഖത്തറിൽ പുനരാരംഭിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി.